ചർച്ചയിലേക്ക് വൈകിയാണ് ശ്രീ ഉല്ലാസ് ബാബു എത്തിയത്. അതുകൊണ്ട് ഉല്ലാസ് ബാബുവിന് കുറച്ചുകൂടി സമയം നൽകേണ്ടതുണ്ട്. ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾക്ക് പറയാം, രാഷ്ട്രീയമില്ല എന്ന് പറയുന്നു. സഭയ്ക്ക് രാഷ്ട്രീയമല്ല, പക്ഷേ സഭയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നടത്തിയ പ്രതികരണങ്ങളാണ്. സ്വാഭാവികമായിട്ട് സഭയ്ക്ക് സഭയുടെ അഭിപ്രായം പറയാനും സഭയുടെ കാര്യങ്ങൾ പറയാനും സഭയുടെ ഭാവി കാഴ്ചപ്പാടുകളൊക്കെ പറയാനുള്ള അവകാശം സഭയ്ക്കുണ്ട്. സഭ അത് പറഞ്ഞോട്ടെ. അതിലൊരു വിരോധവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി എന്നതിന് ഞങ്ങൾക്കില്ല. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡൽഹിക്കകത്ത് അവിടെ ഒരാൾ ചോദ്യം ചെയ്യുന്നു, അത് ചുറ്റുമായിട്ട് ആൾക്കാർ നിന്ന് ചോദ്യം ചെയ്താൽ പോരെ, പിന്നെ എന്തിനാണ് പ്രശ്നം എന്നൊക്കെ സ്മൃതി ചോദിച്ചാൽ എനിക്ക് അങ്ങനെയൊന്നും ഉത്തരവാദിത്വ ബോധമില്ലാതെ പറയാൻ പറ്റില്ല. അവിടെ എന്ത് സുരക്ഷാ വീഴ്ചയാണുള്ളത്, എത്രത്തോളം സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, ഈ പ്രശ്നങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് ഇന്റലിജൻസ് റിപ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളും എനിക്കോ സ്മൃതിക്കോ അറിയാൻ സാധിക്കില്ല എന്നറിയാം. പിന്നെ സ്മൃതി അതിനെ വളരെ ഭംഗിയായിട്ട് വളരെ കൂളായി കൈകാര്യം ചെയ്ത് ഇതിനെ ഹിന്ദു വേഴ്സസ് ക്രിസ്ത്യൻ, BJP വേഴ്സസ് ക്രിസ്ത്യൻ എന്ന് പറയപ്പെടുന്ന ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ശരികരമല്ലാത്തൊരു കാര്യമാണ്. ഇതൊരു മാധ്യമ പ്രവർത്തനത്തിന് ചേർന്നതല്ല. ചർച്ചയുടെ തുടക്കത്തിൽ സിറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര കുരിശിന്റെ വഴിയെ തടഞ്ഞതിനെ അതിൽ അപലപിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. അത് സ്മൃതി പരുത്തിക്കാട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടല്ല. ഞാൻ പറഞ്ഞോട്ടെ. സ്മൃതി പരുത്തിക്കാട് പറഞ്ഞു തെറ്റാണെന്ന് പറഞ്ഞത്, ആഭ്യന്തര വകുപ്പിലെ ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റും ആളുകൾ നിന്നല്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അതിന്റെ സെക്യൂരിറ്റി അത് മാത്രമാണോ പറഞ്ഞത്? അപ്പൊ താങ്കൾക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുക്കുന്നത് എങ്ങനെയാണ് ശ്രീ ഉല്ലാസ് ബാബു? ഞാൻ എന്താണ് പറഞ്ഞത്? അല്ല, ഞാൻ എന്താണ് ഫുള്ള് പറഞ്ഞത്? അല്ല, പറഞ്ഞ മുഴുവൻ പറയട്ടെ. നിങ്ങൾ ഫുള്ള് പറഞ്ഞാണല്ലോ ഞാൻ മറുപടി പറഞ്ഞു വരണേ. അപ്പോഴേക്കും നിങ്ങൾ ഇടകേറാതെ, അസഹിഷ്ണുത, ഇൻടോളറൻസ് ഉണ്ടാകാതെ ഞാൻ പറയട്ടെ. അപ്പോ സ്വാഭാവികമായിട്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്ന പ്രശ്നങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയല്ല, ഈ നാടിനകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അധികാരിക വർഗത്തിലിരിക്കുന്ന ആളുകൾ കൃത്യമായി തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടതും അത് പരിപൂർണമായി തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. രണ്ട്, സുരേഷ് ഗോപി കുരുത്തോല എടുത്തിട്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എന്റെ പൊന്നുസ്മതി, സുരേഷ് ഗോപി പള്ളിയിൽ പോകണോ, വിശ്വാസവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണോ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണോ, മോസ്കിൽ പോയി പ്രാർത്ഥിക്കണോ എന്നുള്ളതൊക്കെ അദ്ദേഹം തീരുമാനിച്ചോട്ടെ. അദ്ദേഹം പുത്തൻപള്ളിയിൽ പോയിട്ടുണ്ടെങ്കിലും ലൂർദ് പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിലും പാവർട്ടി പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും വല്യാലയ്ക്കൽ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും അവിടുത്തെ ആളുകളുമായി സംസാരിച്ച് അത് കൃത്യമായി അനുവാദം എടുത്തിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോകുന്നു, പ്രാർത്ഥിക്കുന്നു, തോന്നുന്നു. എന്താണ് നിങ്ങൾക്ക് അതിൽ വിരോധമുള്ളത്? നിങ്ങൾ ഫ്രീസ് ആയതാണ്, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടല്ല. ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞോളൂ. പറഞ്ഞ വാചകം മുഴുവൻ കേട്ടില്ല. അല്ലല്ല, ബാക്കി ഒന്നുകൂടെ പറയൂ. നേരത്തെ ഒന്നുകൂടെ പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്തിനാണ് സുരേഷ് ഗോപി ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തത് കൊണ്ട് നിങ്ങൾക്ക് അസഹിഷ്ണുത? നിങ്ങൾക്ക് സഭയും BJPയും സഭയും ക്രിസ്ത്യാനികൾക്കും BJP എതിരാണ് എന്ന് പറയപ്പെടുന്ന ഒരു വലിയ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ അകത്ത് സംഘർഷം ഉണ്ടാക്കണമെന്നുള്ള അജണ്ടയോടുകൂടി ചെറിയ പ്ലാൻ എന്നല്ല. സുരേഷ് ഗോപി പള്ളിയിൽ പോയാലെന്ത്, മോസ്കിൽ പോയാലെന്ത്, അമ്പലത്തിൽ പോയാലെന്ത്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം, ഇതിലാർക്കും ഒരു പ്രശ്നവുമില്ല. ശ്രീ ഉല്ലാസ് ബാബു, നമ്മൾ സംസാരിക്കുന്നത് രാഷ്ട്രീയമാണ്. ഈ പറയുന്നത് സഭാ നേതൃത്വത്തെ കയ്യിലെടുക്കാൻ ഇതൊക്കെ ചെയ്യുകയും, അല്ല പറയട്ടെ, ശ്രീ ഉല്ലാസ് ബാബു പള്ളി പോയിട്ടുണ്ടാകും, പൊക്കോളൂ. ഞാനും പള്ളി പോകാറുണ്ട്, പോകുന്നതിന് ഒരു കുഴപ്പമില്ല. ശ്രീ ഉല്ലാസ് ബാബു പൊക്കോളൂ. ആരാണ് പോകണ്ടെന്ന് പറഞ്ഞത്? പള്ളി തടയുകയുമില്ല, പള്ളി തടയുകയുമില്ല. എല്ലാവരെയും സ്വാഗതം ചെയ്യും പള്ളികൾ. ഒരു മിനിറ്റ്, ഞാൻ പൂർത്തിയാക്കട്ടെ. അതല്ല വിഷയം. ശ്രീ ഉല്ലാസ് ബാബു, അതെ, അവിടെ പോയി പറയട്ടെ, പൂർത്തിയാക്കട്ടെ. അല്ലല്ല, എന്താണ് ഈ ചർച്ച് ബോർഡ്? എന്താണ്? ഓർഗനൈസറിലെ ലേഖനം എന്താണ്? നിങ്ങളുടെ പ്ലാൻ എന്താണ്? ശ്രീ ഉല്ലാസ് ബാബു, ചർച്ച് ബോർഡ് രൂപീകരിക്കാനും അല്ലല്ല, ചർച്ച് ബില്ല് കൊണ്ടുവരാനും നിങ്ങളൊന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിനിധി ഷൈജുവിനെ ഈ സുരേഷ് ഗോപി കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ ചർച്ചയിൽ ഷൈജു ഇവിടെ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതിൽ കൂടി എനിക്ക് സിറോ മലബാർ സഭയുടെ പ്രതികരണം അറിയേണ്ടതുണ്ട്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ പ്രാർത്ഥന, സുരേഷ് ഗോപിയുടെ വിശ്വാസം എന്ന വിഷയത്തിലേക്ക് ചുരുക്കുന്ന ഒരു ചർച്ചയല്ല ഇത് ഉല്ലാസ് ബാബു. ദയവ് ചെയ്ത് വക്രീകരിക്കുന്നത് നിങ്ങളാണ്. ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു ആചാരത്തെ, അവിടുത്തെ സെക്യൂരിറ്റി ഇഷ്യൂ, പ്രത്യേകിച്ച് ഡൽഹിയിൽ നടക്കുന്ന, പ്രത്യേകിച്ച് പാർലമെന്റിന്റെയും രാഷ്ട്രീയ
രാഷ്ട്രപതി ഭവന്റെയും തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലെ ഒരു ആരാധനാലയത്തിലെ ഈ പ്രശ്നമുണ്ടോ? ഈ പറയുന്ന പരിപാടി നടത്തിയവരോട് കൃത്യമായി വിശദീകരിച്ചെങ്കിൽ ഈ ചോദ്യമേ ഉണ്ടാവില്ലല്ലോ. അവരോട് അവരെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ചോദ്യം ഉണ്ടാവില്ലല്ലോ. അതിന് സ്മൃതിയുടെ റെക്കമെൻഡേഷൻ ലെറ്റർ വേണ്ട. അവിടെ കൃത്യമായിട്ട് അതിന്റെ അധികാരികൾ, സർക്കാർ അധികാരികൾ കൃത്യമായിട്ട് ചെയ്തോളും. ഞാൻ പറഞ്ഞല്ലോ, ചർച്ചയുടെ തുടക്കത്തിൽ സീറോ മലബാർ സഭാ വക്താവ് അതിനെ അപലപിച്ചാണ് പ്രതികരിച്ചത്. സീറോ മലബാർ വക്താവ് അതിനെ അപലപിച്ച് തന്നെയാണ് പറയുക. അദ്ദേഹത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി തന്നെയാണ്. പിന്നെ അദ്ദേഹം ബി.ജെ.പിയെ കുറിച്ച് പറഞ്ഞു, ബി.ജെ.പി തെറ്റാണെന്ന് പറഞ്ഞു, ബി.ജെ.പി എതിർത്തു എന്ന് പറഞ്ഞു, ബി.ജെ.പിയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞോ? താങ്കൾ ചർച്ചയുടെ അദ്ദേഹത്തിന്റെ നെറുകിൽ എന്തിനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകർ പ്രതികൂട്ടിലാണ്. ഉല്ലാസ് ബാബു ഒച്ച വെച്ചാൽ സത്യം സത്യമല്ലാതാകുന്നില്ല. ഉല്ലാസ് ബാബു ഇവിടെ ഉണ്ടായ യാഥാർത്ഥ്യം ഇല്ലാതാകുന്നില്ല. ഓർഗനൈസറിൽ ലേഖനം വന്നു എന്നുള്ളതും ലേഖനം പിൻവലിച്ചു എന്നുള്ളതും നമ്മുടെ യാഥാർത്ഥ്യമാണ്. ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊന്ന് ഫാദർ ആന്റണി വടക്കേക്കരയിലേക്ക് പോകുന്നു. ഫാദർ ആന്റണി വടക്കേക്കര, താങ്കളോട് മുൻപ് ചോദിക്കാൻ പറ്റാതിരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന സുരേഷ് ഗോപി തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്ന ഷൈജു പറഞ്ഞിരിക്കുകയാണ്. ഷൈജു ആന്റണി പറഞ്ഞിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് അദ്ദേഹത്തോട് ചോദിക്കട്ടെ. ഫാദർ ആന്റണി വടക്കേക്കര, അതായത് ഒരു ചർച്ച് ബോർഡിന്റെ ആവശ്യമുണ്ടല്ലോ, ഒരു ചർച്ച ആക്ടിന്റെ ആവശ്യമുണ്ടല്ലോ, അതിന് സഹകരിക്കണം എന്ന രൂപത്തിൽ ഷൈജുവിനോട് സംസാരിച്ചിരിക്കുക. അൽമായ മുന്നേറ്റം ആണ്. അൽമായ മുന്നേറ്റം എന്നുള്ളത് സഭയുമായി ബന്ധപ്പെട്ട് സഭയെ വിമർശിച്ചുകൊണ്ട് വന്ന ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ അവരുടെ ഒരു സഹായം തേടി പോയിരിക്കുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാനില്ല, സഭയുമായി ഞങ്ങൾക്കുള്ള പ്രശ്നം അത് സഭയ്ക്കകത്തുള്ള ആഭ്യന്തര കാര്യമാണ്, അതുകൊണ്ട് ആ വിഷയത്തിൽ എന്നോട് സംസാരിക്കാൻ വരേണ്ട, എൻ്റെ സഹകരണം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തി. താങ്കൾക്ക് അറിവുണ്ടോ ഈ കാര്യം? ചർച്ച് ആക്ടിന് മുൻപ് ചർച്ച് ബോർഡ് എന്നൊരു ആലോചനയിലേക്ക് പോകുന്നുണ്ട്. ഈ പറയുന്ന സഭയുമായി അടുത്ത ബന്ധം എന്നിപ്പോൾ ഉല്ലാസ് ബാബു പറയുന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെക്കുറിച്ചും പള്ളിയിൽ പോക്കിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അതൊന്നും നമ്മുടെ വിഷയമേ അല്ല, പോയിക്കോട്ടെ. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതാണ് താല്പര്യം. ചർച്ച് ബോർഡാണ് ആദ്യം, പിന്നെയാണ് ചർച്ച് ബില്ല്. പറയൂ ഫാദർ. എന്റെ സമയമാണ്, ഞാൻ സംസാരിച്ചോട്ടെ. ഫാദറിന്റെ സമയം. ഉല്ലാസ് ബാബു ഞാൻ സംസാരിച്ചോട്ടെ. ഇപ്പൊ സമയം പറഞ്ഞോളൂ. എന്തിനാണ് ഈ കൊഞ്ഞനം നമുക്ക് അനാവശ്യമായി സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ സഹകരിക്കണം. ഉല്ലാസ് ബാബു ഈ സ്മൃതി മേഡം മോശം പറയുന്ന കാരണമാണ് ഫാദറെ. സോറി. ഒരു കാര്യത്തിന് വ്യക്തത Debate with Smriti Parittikad.